Hello everyone, welcome to the third part of CBC class 10 light reflection and refraction chapter. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സിൽ വാട്ട് ആർ സ്ഫെറിക്കൽ മിറേഴ്സ് എന്നും അതിന്റെ സ്ഫെറിക്കൽ മിറേഴ്സിന്റെ സ്റ്റാൻഡേർഡ് ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ എങ്ങനെ പോകുന്നതാണ് നമ്മൾ രണ്ട് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ തേർഡ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറർ ആൻഡ് കോൺവെക്ഷൻ മിറർ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറേഴ്സ് നോക്കാം. കാരണം ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിററും കോൺവെക്ഷൻ മിററും ഇറ്റ്സ് ഡിഫറെന്റ് ആണ്, രണ്ടും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറേഴ്സ് നോക്കാം. ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിററിൽ നമുക്ക് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ബേസ് ചെയ്തിട്ട് 6 കേസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 6 കേസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് കേസ് തന്നെ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക. സെക്കൻഡ് കേസ് ഒബ്ജക്ട്സ് ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചറിന്റെ ബാക്കിൽ വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും. ഒബ്ജക്ട് അറ്റ് സെന്റർ ഓഫ് കർവേച്ചറിൽ വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും. ഒബ്ജക്ട് ബിറ്റ്വീൻ സി ആൻഡ് എഫ്, സെന്റർ ഓഫ് കർവേച്ചറിന് ഫോക്കസിന്റെ ഇടയിൽ ഒബ്ജക്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇമേജ് ഉണ്ടാവുക. ഫിഫ്ത്ത് കേസ് ഒബ്ജക്ട് അറ്റ് ഫോക്കസിൽ എങ്ങനെയാണ് ഇമേജ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇമേജ് ഉണ്ടാവുക. ഒബ്ജക്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് പി, ഫോക്കസിന്റെയും പ്രിൻസിപ്പൽ ആക്സിസിന്റെ ഇടയിൽ ഇമേജ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. ഇത്രയും കേസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് ടൈം ഉള്ളതിന് നേരെ ഒബ്ജക്ട് അറ്റ് ഇൻഫിനിറ്റിയുടെ കേസിലേക്ക് പോവാം. കോൺകേവ് മിററിൽ ഒബ്ജക്ട് അറ്റ് ഇൻഫിനിറ്റി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതാണല്ലോ കോൺകേവ് മിറർ, അതിലാർക്കും സംശയമില്ലാന്ന് ഞാൻ അസ്യൂം ചെയ്യാണ്. സോ ഇതാണ് കോൺകേവ് മിറർ. കോൺകേവ് മിററിൽ ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് വെക്കണം. സോ ഐ ഹാൻ ഒബ്ജക്ട് അറ്റ് ഇൻഫിനിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ, സോ കുറെ കുറെ ബാക്കിലാണ്. സോ കുറെ ബാക്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ കുറെ ബാക്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന റേസ് എല്ലാം പാരലലോ. അപ്പൊ പാരലൽ റേസ് വന്നിട്ട് നമ്മുടെ മിററിൽ വരും. ഓക്കെ, പാരലൽ റേസ്. ഒരു പാരലൽ റേ കോൺകേവ് മിററിൽ വന്ന് സ്ട്രൈക്ക് ചെയ്താൽ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്ത് പോവാം. പാരലൽ റേ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഫോക്കസ് കൂടെ കടന്നു. Parallel rays after reflection passes through not refraction, the reflection passes through the focus. After reflection passes through the focus. Focus ഇവിടെ പാസ് ചെയ്യും. ഓക്കെ, പാരലൽ റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. അപ്പോൾ അതുപോലെ ഒരു റേ അല്ല, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ റേ വരും. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഇഷ്ടം പോലെ റേ വരും. അങ്ങനെയാണെങ്കിൽ എല്ലാം ഫോക്കസ് കൂടെ പാസ് ചെയ്യും. എല്ലാ റേസും ഫോക്കസ് കൂടെ പാസ് ചെയ്യും. ഓക്കെ, എല്ലാ റേസും ഫോക്കസിലൂടെ പാസ് ചെയ്യും. സോ നമുക്കൊരു ഇമേജ് ഫോർമേഷൻ അറ്റ്ലീസ്റ്റ് 2 റേസ് കൂട്ടിമുട്ടുന്നു മീറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കാണാം അവിടെ രണ്ട് ഇമേജും രണ്ട് റിഫ്ലക്റ്റഡ് റേസും എന്ത് ചെയ്യുന്നത്, ഇന്റർസെക്ട് ചെയ്യുന്നത് ഈ ഫോക്കസിൽ വെച്ചിട്ടാണ്. ഈ ഫോക്കസിൽ വെച്ചിട്ടാണ് രണ്ട് റേസും ഇന്റർസെക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ഇമേജ് ഉണ്ടാകുന്നത് ഫോക്കസിലാണെന്ന് പറയാം. ഓക്കെ, ഇമേജ് ഉണ്ടാകുന്നത് ഫോക്കസിലാണെന്ന് പറയാം. സോ ഈ ഇമേജ് ഒരു റിയൽ ഇമേജ് ആണോ അതോ ഒരു വിർച്വൽ ഇമേജ് ആണോ, അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ രണ്ട് റിയൽ റേസ് ഇന്റർസെക്ട് ചെയ്തുണ്ടാകുന്ന ഇമേജിനാണ് നമ്മൾ എന്ത് പറയാ, റിയൽ ഇമേജ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ രണ്ട് റേസ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതൊരു റിയൽ ഇമേജ് ആണ്. വിർച്വൽ ഇമേജ് എന്താണ് നമ്മൾ അടുത്തടുത്ത കേസുകളിൽ നമ്മൾ പറയാം. ഇപ്പൊ റിയൽ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് റേസ് ഇന്റർസെക്ട് ചെയ്തുണ്ടാകുന്ന ഇമേജിനാണ് നമ്മൾ റിയൽ ഇമേജ് എന്ന് പറയാം. ഈ റിയൽ ഇമേജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ ഇമേജ് നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോൺകേവ് മിറർ കൊണ്ട് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ ഇത് നേരെ സണ്ണിനെ ഫേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിന്റെ മുന്നിൽ ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇത് വരുന്ന റേ വെച്ചിട്ട് നിങ്ങൾക്ക് സണ്ണിന്റെ ഇമേജ് ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊരു റിയൽ ഇമേജ് ആണ്. പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഹൈലി ഡിമിനിഷ്ഡ് ആണ്. കണ്ടോ, ഈ ഒരു പോയിന്റിൽ മാത്രമാണ് ഇമേജ്. അപ്പൊ ഈ ഇമേജിന്റെ സൈസ് ഹൈലി ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, ഈ ഇമേജിന്റെ സൈസ് ഹൈലി ഡിമിനിഷ്ഡ് ആണ്. അപ്പൊ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ഇമേജിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് എഴുതാം. പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ റിയൽ ഇമേജ് ആണ്. ഇറ്റ്സ് എ റിയൽ ഇമേജ്. സെക്കൻഡ് വൺ റിയൽ ഇമേജ് ആണ്. സെക്കൻഡ് വൺ ഈസ് ഹൈലി ഡിമിനിഷ്ഡ് ആണ്. റിയൽ ആൻഡ് ഹൈലി ഡിമിനിഷ്ഡ് ആണ്. ഓക്കെ, സോ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? റിയൽ ഇമേജ് ആണ് ആൻഡ് ഹൈലി ഡിമിനിഷ്ഡ്. ആൻഡ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ പാരലൽ റേസ് ആണ് അതെന്ന് വരിക. പാരലൽ റേസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ നമുക്കറിയാം ഫോക്കസിലൂടെ പാസ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ടു റേസ് ഇന്റർസെക്ട് ചെയ്യണമെങ്കിൽ തന്നെ അവിടെ ഒരു ഇമേജ് ഉണ്ടാവും. ഇവിടെ 2 റേസ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് അറ്റ് എ പോയിന്റ്. ഫോക്കസിൽ ഒരു പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന ഒരു ഹൈറ്റിലല്ല, ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് ആണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഇമേജ് ഹൈലി ഡിമിനിഷ്ഡ് ആണ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ റിയൽ ഇമേജ്. സോ ദാറ്റ്സ് അബൌട്ട് ഒബ്ജക്ട് അറ്റ് ഇൻഫിനിറ്റിയുടെ കേസിൽ നമുക്ക് ഇതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് കേസിലേക്ക് പോവാം. ഒബ്ജക്ട്
ബിയോണ്ട് സി. ഒബ്ജക്ട് ബിയോണ്ട് സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ബിയോണ്ട് സി ആണ്. സിയുടെ ബാക്കിലാണ് ഒബ്ജക്ട് ഉള്ളത്. പക്ഷെ ബിയോണ്ട് സി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബാക്ക് സി, സിയുടെ കുറച്ചും കൂടി ബാക്ക്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ കുറെ ദൂരമായില്ലേ. ബിയോണ്ട് സി എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് കാണാൻ പറ്റുന്ന രീതിക്ക്, ഒബ്ജക്റ്റ് പ്രിൻസിപ്പൽ ആക്സിസിലുള്ള രീതിക്ക് നമുക്ക് ചെയ്യാണ്. സോ ഓഫ് അപ്പൊ ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. I'm placing an object here on the principal axis. നമ്മുടെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞ് ഒബ്ജക്റ്റിന്റെ വലിപ്പം ചെറുതായിട്ടൊന്ന് കുറയ്ക്കാം. ഒബ്ജക്റ്റ് വെച്ചു. സോ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞ് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഓക്കെ, പാരലൽ റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ എങ്ങനെ പോകും? പാരലൽ റേ പ്രിൻസിപ്പൽ ആക്സിസിൽ പാരലൽ ആയിട്ടുള്ള റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ വി നോ ദാറ്റ് ഫോക്കസ് ഇവിടെ പോകും. ഇറ്റ് വിൽ പാസ് ടു ദ ഫോക്കസ് ഇവിടെ വരച്ചു. ഇനി എനിക്ക് ഒരു റേ കൂടി വേണം. ഇവിടുന്ന് രണ്ടാമത്തെ പ്രിൻസിപ്പൽ റേ വരച്ച് കഴിഞ്ഞാൽ ഈ സെയിം ലെവലിലെ പോവാം. അപ്പൊ ഞാൻ എടുക്കുകയാണ്, ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഒരു റേ എടുക്കുകയാണ്. ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന അത് കൗഡായി ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന റേ ആണ്. എ റേ ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ ഫോക്കസ്. പാസിംഗ് ത്രൂ ദ ഫോക്കസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പാസിംഗ് ത്രൂ ദ ഫോക്കസ് ആണെങ്കിൽ ആ റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് സംഭവിക്കും? വിൽ ഗോ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് മീറ്റ്. അപ്പോൾ ഇങ്ങനെയാണ്, ഇവിടെയാണ് നമ്മുടെ എന്തുണ്ടായിട്ടുള്ളത്? ഇന്റർസെക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഇവിടെയാണ് ഇന്റർസെക്ഷൻ ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇമേജ് എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ ഈ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കാണ് നമ്മുടെ ഇമേജ് ഉണ്ടാവുക. ഇതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഇതാണല്ലോ നമ്മുടെ ശരിക്കുള്ള ഇമേജ്. പക്ഷെ ഇവിടെ ഉണ്ടാവുന്നത് ഒരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്. കോൺകേവ് മിററിൽ ഒരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ അത് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി വെക്കണം ഹൈലി ഡിമിനിഷ്ഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഉണ്ടാവുക. ഇൻവേർട്ടഡ് ഇമേജ്. ഓക്കെ, ഈ കേസിൽ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഇമേജ് ഉണ്ടാവുക? ഈ ഇവിടെയാവും നമ്മുടെ ഹെഡ് വരെ ഒരു ഇൻവേർട്ടഡ് ഇമേജ് ആണ് ഉണ്ടാവുക. സോ നമ്മുടെ ഇൻവേർട്ടഡ് ഇമേജ് റെഡ് എടുക്കാം, ഇൻവേർട്ടഡ് ഇമേജ്. സോ ഇതാണ് നമ്മുടെ ഇമേജ് ആയിട്ട് വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഇമേജ്. അഗെയിൻ സ്ലാൻഡഡ് ആയിട്ടുണ്ട്. ഇതെങ്കിലും നേരം. അപ്പൊ ഇതാണ് നമ്മുടെ ഒബ്ജക്ട്സിന്റെ, ഇങ്ങനെയാണ് നമ്മുടെ ഇമേജ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞാൽ ഇതൊരു ഡിമിനിഷ്ഡ് ഇമേജ് ആണോ, അല്ല സോറി, റിയൽ ഇമേജ് ആണോ വിർച്വൽ ഇമേജ് ആണോ? അപ്പൊ നമുക്ക് റിയൽ റേസ് മീറ്റ് ചെയ്തിട്ടാണ് ഈ ഇമേജ് ഉണ്ടാവുന്നത്. ഇതൊരു സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇമേജ് ആണ്. അപ്പൊ ഈ ഇമേജ് റിയൽ ഇമേജ് ആണോ വിർച്വൽ ഇമേജ് ആണോ? ദിസ് എൻ റിയൽ ഇമേജ്. കാരണം റിയൽ റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു റിയൽ ഇമേജ് ആണ്. ദിസ് ഇസ് എ റിയൽ ഇമേജ്. ഓക്കെ, റിയൽ ഇമേജ് ആണ്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടീസ്, ഇതൊരു ഡിമിനിഷ്ഡ് ഇമേജ് ആണോ അതോ എൻലാർജ്ഡ് ഇമേജ് ആണോ? അപ്പൊ നമുക്ക് നോക്കി കാണാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു റേ വരച്ചു തന്നെ. ഓക്കെ, ഇതാണല്ലോ ഒബ്ജക്റ്റിന്റെ സൈസ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ സൈസ്. ലെറ്റ് മീ ചൂസ് ദാറ്റ്. ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ സൈസ്. ഈ ഒബ്ജക്റ്റിന്റെ സൈസിനെക്കാളും വലുതാണോ ചെറുതാണോ ഈ ഇമേജ്? ഈ ഇമേജ് ചെറുതല്ലേ? സോ ഇറ്റ് ഈസ് എ ഡിമിനിഷ്ഡ്. കാരണം ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ സൈസ്, അതിനെക്കാളും ചെറുതാണ് ഈ ഇമേജ്. സോ ഇറ്റ്സ് എ ഡിമിനിഷ്ഡ് ഇമേജ്. ഓക്കെ, ഇതൊരു ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. ഇറ്റ് ഈസ് എ ഹൈലി ഡിമിനിഷ്ഡ് അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ ഡിമിനിഷ്ഡ് ഇമേജ്. ആൻഡ് ഓൾസോ വാട്ട്, ഇത് എന്തൊരു ഇമേജ് ആണ്? ഇതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്. റിയൽ ഇമേജ് ആണ്, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്, ആൻഡ് ഓൾസോ ആൻ ഇൻവേർട്ടഡ് ഇമേജ്. സോറി ഫോർ മൈ ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ, എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നല്ലതല്ല. സോ പ്രോപ്പർട്ടീസ് ആർ റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ഇമേജ് ആണ്, ഡിമിനിഷ്ഡ്. ഇത് 3 ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ 3 എഴുതുന്നത് എങ്ങനെ? ഇത് 3 ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. അതാണ് എന്റെ ഹാൻഡ് റൈറ്റിംഗിന്റെ പ്രത്യേകത. സോ ഇതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്, റിയൽ ഇമേജ് ആണ്, ആൻഡ് ഓൾസോ ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. അതാണ് ഒബ്ജക്ട് ബിയോണ്ട് സി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോപ്പർട്ടീസ്. ഇതിന്റെ ഒരു സിമുലേഷൻ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ സിമുലേഷൻ, യെസ്, ഹിയർ യു ക്യാൻ സി ഇത്. സോ ഇവിടെ സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ ആയിട്ട് വരുന്നത് സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെന്റർ ഓഫ് കർവേച്ചറും ഫോക്കസ്, ഈ ഡിസ്റ്റൻസ് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഈ ഡിസ്റ്റൻസിന് സെന്റർ ഓഫ് കർവേച്ചർ മുതൽ പോളിൽ വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. കാരണം അത് പാർട്ട് ഓഫ് എ സ്ഫിയർ ആയിരുന്നല്ലോ. ഈ സ്ഫിയർ ആണ്, ഈ സ്ഫിയറിന്റെ സെന്റർ ആണിത്. ഓക്കെ, ഈ സ്ഫിയറിന്റെ സെന്ററിൽ നിന്ന് ഈ ഒരു ഒബ്ജക്റ്റിൽ ഈ ഒരു കർവിലേക്കുള്ള ഡിസ്റ്റൻസിലല്ലേ നമ്മൾ റേഡിയസ് എന്ന് പറയാം. അപ്പൊ ഇവിടെയാണ് ഇതിന് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം.
ഈ റേഡിയസ് ഓഫ് കർവേച്ചർ, അത് റേഡിയസ് കർവേച്ചർ. ഈ ഫോക്കസ് എന്ന പോളിക്കുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. എന്താ പറയാ? ഫോക്കൽ ലെങ്ത്. ഈ ഫോക്കൽ ലെങ്ത്തും ഈ റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതായത് ആർ ഈസ് ഈക്വൽ ടു 2f. റേഡിയസ് ഓഫ് കർവേച്ചർ എന്നുള്ളത് ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആയിട്ട് വരും. ഓക്കെ, റേഡിയസ് ഓഫ് കർവേച്ചർ എന്നുള്ളത് ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ ഇത് വരയ്ക്കുന്ന രീതിയിൽ, ഈ കോൺകേവ് മിറർ വരയ്ക്കുന്ന സമയത്ത് ആ ഒരു റിലേഷൻ വെച്ച് വേണം നിങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഫോക്കൽ ലെങ്ത് എന്നുള്ള ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ വരയ്ക്കുന്നത്. അതായത് നിങ്ങൾ ആദ്യം എഫ് മുതൽ പി വരെ എത്രയാണോ നിങ്ങൾ 5 സെന്റിമീറ്റർ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പി മുതൽ എഫ് വരെ നിങ്ങൾ 10 സെന്റിമീറ്റർ കൊടുക്കണം. ആ രീതിക്ക് വേണം നിങ്ങളത് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു 2f എന്നുള്ള റിലേഷൻ വെച്ചിട്ട്. സോ ഇതാണ് നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചറിന്റെ കേസ്. ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചറിൽ വെക്കുമ്പോൾ എങ്ങനെ വരും? ഇവിടുന്ന് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫോക്കസിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ട്, ബട്ട് സെന്റർ ഓഫ് കർവേച്ചർ ഓൾമോസ്റ്റ് ഒരു ഇവിടെയൊക്കെ ആയിട്ട് വരും. സെന്റർ ഓഫ് കർവേച്ചറിന്റെ സിയുടെ ഇടയിലായിട്ടാണ് ഈ ഒരു ഇമേജ് നമുക്ക് ഫോം ആയിട്ട് കാണുന്നത്. ഓക്കെ, സോ ഇമേജ് അവിടെ ഫോം ചെയ്യുന്ന സ്ഥലം കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യണം. റിയൽ ഇമേജ്, ഡിമിനിഷ്ഡ് ഇമേജ്, ഇൻവേർട്ടഡ് ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ബിറ്റ്വീൻ സി ആൻഡ് എഫ് എന്നാണ് കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യണം. സിമിലർലി ഇവിടെ എവിടെ ഇമേജ് ഉണ്ടാവുന്നത്? അറ്റ് ഫോക്കസ് ആണ് ഇമേജ് ഉണ്ടാവുന്നത്. ഫോംഡ് അറ്റ് ഫോക്കസ്. ഫോംഡ് അറ്റ് ഫോക്കസ്. ഫോംഡ് അറ്റ് ഫോക്കസ്. ഓക്കെ, ഫോംഡ് അറ്റ് ഫോക്കസിന്റെ ഫസ്റ്റ് കേസ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആവുമ്പോൾ, ഒബ്ജക്ട് ബിയോണ്ട് സി ആവുമ്പോൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് ഇമേജ് ഉണ്ടാകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെന്നുള്ളത് സ്പെഷ്യലി നോട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് കേസ് ഒബ്ജക്ട് അറ്റ് സി. ഒബ്ജക്ട് സിയിൽ വെക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? സെന്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ എങ്ങനെയാണ് കേസ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ലെറ്റ് മീ ഡ്രോ ആൻ ഒബ്ജക്ട്. റെഡ് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇതാണ് ഞാൻ ഒബ്ജക്റ്റ് വരച്ചു. ഇനി എല്ലാ കേസിലും ചെയ്ത പോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ആദ്യം തന്നെ റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. നിങ്ങൾക്ക് 2 റേ വരച്ചു കഴിഞ്ഞാൽ അത് എവിടെ മീറ്റ് ചെയ്യുന്നത് നോക്കിയാൽ മതി. കൂടുതൽ റേ വരയ്ക്കണം എന്ന് നിർബന്ധമല്ല. അപ്പോൾ ഒബ്ജക്ട് പാരലൽ റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ എങ്ങനെ പോകും? ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന റേ കിട്ടി. ഇനി നമുക്ക് അടുത്ത റേ വേണം. അപ്പൊ നമുക്കറിയാം ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നത് ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ പാസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ നമ്മൾ ആ റിലേഷൻ യൂസ് ചെയ്യണം. ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ പാസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. വിൽ പാസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം ഇമേജ് ഈ ഒരു രീതിക്കാണ് ഫോം ചെയ്യുന്നത്, അല്ല ഈ ഒരു രീതിക്കാണ് ഫോം ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി ഇത് റോങ് ആണ്. ഇത് ഞാൻ വരച്ചതിന് മിസ്റ്റേക്ക്. ആക്ച്വലി കമ്പ്യൂട്ടറിൽ വരയ്ക്കുമ്പോൾ അത് വരയ്ക്കേണ്ടതായിട്ടുള്ള ചില മിസ്റ്റേക്ക് ഇതുണ്ടല്ലോ, ഈ എസ്പെഷ്യലി നോട്ട്സിൽ വരയ്ക്കുമ്പോൾ. അപ്പോൾ ഈ എഫ് എം സി നമ്മൾ റിലേഷന്റെ മിസ്റ്റേക്ക് ആവാനാണ്. ഞാൻ കുറെ ട്രൈ ചെയ്തതാണ്. ഓൾമോസ്റ്റ് ഇത് സെയിം ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ എടുത്തത്. ബട്ട് എത്ര ട്രൈ ചെയ്തിട്ട് എനിക്ക് വരച്ചിട്ട് ഈ ഒരു രീതിക്ക് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് പി യു എഫ് നമ്മളെ ഡിസ്റ്റൻസിന്റെ ഡബിൾ ആയിട്ട് തന്നെ ഇതിനെടുക്കണം. ഓക്കെ, ഇത് ശരിക്കും ഇമേജ് അറ്റ് സി, ഇവിടെ കറക്റ്റ് ആയിട്ട് സിയുടെ അവിടെ തന്നെയാണ് ഇമേജ് വരേണ്ടത്. ഇങ്ങനെയാണ് ഇമേജ് വരേണ്ടത്. ഞാൻ കുറെ ട്രൈ ചെയ്തു, ബട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇതിൽ സിസ്റ്റത്തിൽ. അപ്പൊ ഇതിന്റെ സിമുലേഷൻ ഞാൻ കാണിച്ചു തരാം. അറ്റ് സി ആണ് ഇമേജ് ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു പോയിന്റ് ഉണ്ടോ, ഇതിന്റെ നേരെ താഴെ ഇൻവേർട്ടഡ് ആയിട്ട് ഇമേജ് ഉണ്ടാകുന്ന കണ്ടില്ലേ? ഈ ഒരു പോയിന്റിൽ അതാണ് സി. ഈ സി പോയിന്റിൽ വെക്കുമ്പോൾ ഇൻവേർട്ടഡ് ആയിട്ടുള്ള സെയിം സൈസ് ഉള്ള ഇമേജ് കിട്ടും. ഓക്കെ, ഇൻവേർട്ടഡ് ആയിട്ടുള്ള സെയിം സൈസ്ഡ് ഇമേജ് ആണ് കിട്ടുക. സെയിം സൈസ്ഡ് ഇമേജ് ആണ് കിട്ടുക. അപ്പൊ ഈ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്, പിന്നെ എന്താണ്? സെയിം സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ഫോം ചെയ്യുന്നത് അറ്റ് സി തന്നെ. ഓക്കെ, അറ്റ് സിയിൽ തന്നെയാണ് ഇമേജ് ഉണ്ടാവുക. സോ ഇമേജ് പ്രോപ്പർട്ടീസ് ഇവിടെ വരച്ചത് ഐ ട്രൈഡ്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സിമുലേഷൻ കാണിച്ചത് പറഞ്ഞത്. ഇമേജ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഉണ്ട് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, സെയിം സൈസ് ആണ്, ഡിമിനിഷ്ഡ് ഒന്നും അല്ല, സെയിം സൈസ് ആണ്. നിങ്ങൾ ഇത് നോട്ടിലൊന്ന് വരച്ച് ട്രൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പി എഫിന്റെ ഡബിൾ ആവണം ഈ എഫ് സി പി എന്നുള്ള ഡിസ്റ്റൻസ്. പി എഫിന്റെ ഡബിൾ ആവണം സി പി എന്നുള്ളത്. അത് ആർ ഈസ് ഈക്വൽ ടു 2f എന്നുള്ള ഡിസ്റ്റൻസ് തന്നെ ഈ റിലേഷൻ പാലിച്ചിട്ട് തന്നെ നിങ്ങൾ വരയ്ക്കണം. സെയിം സൈസ് ആണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, പിന്നെന്താണ്? ലാസ്റ്റ് വൺ ദാറ്റ് ഐ സോട്ട് അറ്റ് സി ഇമേജ് ഫോം ചെയ്യുന്നത് അറ്റ് സെന്റർ ഓഫ് കർവേച്ചറിലാണ്. ഓക്കെ, അറ്റ് സെന്റർ ഓഫ് കർവേച്ചറിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത് ഒബ്ജക്ട് അറ്റ്. ഇനി നെക്സ്റ്റ് കേസ് ഒബ്ജക്ട് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഒബ്ജക്ട് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. സിന്റെ എഫിന്റെ ഇടയിൽ ഒബ്ജക്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
അപ്പൊ ഞാനൊരു ഒബ്ജക്റ്റ് വരച്ചു. ബിറ്റ്വീൻ സി ആൻഡ് എഫ് ഒരു ഒബ്ജക്റ്റ് വരച്ചു. ആസ് യൂഷ്വൽ നമ്മൾ എങ്ങനെ കൊടുക്കണം? ഒന്ന് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് കൊടുക്കുക. പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ഒരു റേ പാസിംഗ് ത്രൂ ദ ഫോക്കസ് ആവും ആഫ്റ്റർ റിഫ്ലക്ഷൻ. അത് ഞാൻ പിന്നെ ഇങ്ങനെ പറയുന്നില്ല. ഒബ്ജക്ട് റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. അത് കൊടുത്തു. ഇനി ഒരു ഒബ്ജക്റ്റ് ഒരു റേ കൂടി കൊടുക്കും. പാസിംഗ് ത്രൂ ദ ഫോക്കസ്. പാസിംഗ് ത്രൂ ദ ഫോക്കസ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ റിഫ്ലക്ഷൻ എങ്ങനെ പോകും? പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പൊ ഇമേജ് ഉണ്ടാവുന്ന എവിടെ നോക്കി? ബിയോണ്ട് സി ആണ്. ബിയോണ്ട് സി ആണ് അപ്പൊ ഇമേജ് ഉണ്ടാവുന്നത്. ബിയോണ്ട് സി. സിയിലല്ല, ബിയോണ്ട് സി ആണ് അപ്പൊ ഇമേജ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ സിമുലേഷൻ നോക്കാം. നമ്മൾ സിയുടെ എഫിന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ സിയുടെ ബാക്കിൽ ബിയോണ്ട് സി ആണ് എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അതൊക്കെ ഇത് സി ആയിരുന്നു. ഇത് സി ആയിരുന്നു. അപ്പൊ സിയുടെ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ ബിയോണ്ട് സി, സിയുടെ ബാക്കിലായിട്ടാണ് ഇമേജ് ഉണ്ടാവുന്നത്. ഓൾസോ ഇതൊരു എൻലാർജ്ഡ് ഇമേജ് ആണ്. ഓക്കെ, ഈ ഇമേജിനെക്കാളും വലിപ്പമുള്ള ഇമേജ് ആണല്ലോ ഇത്. അപ്പൊ ഒരു എൻലാർജ്ഡ് ഇമേജ് ആണ്. ഈ ഇമേജിനെക്കാളും വലിപ്പമുള്ള ഇമേജ് ആണ് ഇത് എന്നുള്ളതുകൊണ്ട് ഇതൊരു എൻലാർജ്ഡ് ഇമേജ് ആണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് എന്തൊക്കെയാണ്? പ്രോപ്പർട്ടീസ് ഓഫ് പിങ്ക് ആയിപ്പോയ properties of image. Properties of image. First property എന്താണ്? ഫസ്റ്റ് പ്രോപ്പർട്ടി റിയൽ ആണ്. റിയൽ ആണ്. സെക്കൻഡ് വൺ ഇൻവേർട്ടഡ് ആണ്. തേർഡ് വൺ എൻലാർജ്ഡ് ആണ്. തേർഡ് വൺ എൻലാർജ്ഡ് ആണ്. ഫോർത്ത് വൺ എന്ത് പറയാൻ പറ്റും? ഫോർത്ത് വൺ ബിയോണ്ട് സി ആണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ബിയോണ്ട് സി ആണ് ഇമേജിന്റെ ഫോർമേഷന്റെ പൊസിഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ അതായിരുന്നു ഒബ്ജക്ട് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഇനി നെക്സ്റ്റ് കേസ് ഒബ്ജക്ട് അറ്റ് എഫ്. ഒബ്ജക്ട് ഫോക്കസിൽ വെച്ചാൽ എങ്ങനെയാണ് ഇമേജ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇഷ്ടം. അപ്പൊ ഞാൻ ഒബ്ജക്ട് ഫോക്കസിൽ വെക്കണം. ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് ഫോക്കസ്. ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് ഫോക്കസ്. ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് അറ്റ് ഫോക്കസ്. ഒബ്ജക്ട് ഫോക്കസിൽ വെക്കുകയാണെങ്കിൽ എങ്ങനെ വെച്ചിട്ടാവും? ലെറ്റ്സ് ചെക്ക്. ഓക്കെ, നമ്മുടെ ഇൻസിഡന്റ് റേ ബ്ലൂ കളറിൽ കൊടുക്കാം. സോ റേ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. ഫോക്കസിലൂടെ പാസ് ചെയ്യും. ആഫ്റ്റർ റിഫ്ലക്ഷൻ വിൽ പാസ് ത്രൂ ദ ഫോക്കസ്. ഇനി നമുക്ക് ഒരു റേ കൂടി വേണം. പക്ഷേ നമുക്ക് എന്തില്ല? നമുക്ക് നമുക്ക് എങ്ങനെ ഇവിടെ കൊടുക്കാൻ പറ്റും? നമുക്ക് സിയിലൂടെ ഒരു റേ ഉണ്ട്. സി ഇങ്ങനെ സിയിൽ നിന്ന് വരുന്ന പോലത്തെ ഒരു റേ. ഓക്കെ, ആ ഒരു ഡോട്ടഡ് ലൈൻ വെച്ച് വരയ്ക്കാം. ഡാഷ്. Let me change that. നമുക്ക് സിയിൽ നിന്ന് ഡയറക്റ്റ് ചെയ്ത് വരുന്ന പോലെ ഇങ്ങനെ ഒരു റേ കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു റേ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സിയിൽ നിന്ന് വരുന്ന ഒരു റേ ഡോട്ടർ ലൈൻ മാറ്റട്ടെ, സോളിഡിലേക്ക് വരും. ഓക്കെ, ആഫ്റ്റർ റിഫ്ലക്ഷൻ എങ്ങനെ പോകും? ഇവിടുന്ന് ഇങ്ങനെ വരുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ നമുക്കറിയാം എന്താണ് കേസ്? ആഫ്റ്റർ റിഫ്ലക്ഷൻ എങ്ങനെ പോകും? പാസിംഗ് ത്രൂ ദ സി ആണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ എങ്ങനെ പോകും? ആ റേ റീട്രേസ് ചെയ്തിട്ടാണ് പോവുക. പക്ഷെ നമുക്ക് ഇവിടെ സി വരയ്ക്കണ്ട. സി വരച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ലെറ്റ് മീ ചേഞ്ച് ദാറ്റ്. ചേഞ്ച് ചെയ്യാം. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ഹാപ്പനിങ്? ഓക്കെ, ഓക്കെ. അയ്യോ, ഓക്കെ. ഓക്കെ, അപ്പൊ ഒരു റേ നമ്മള് ഓക്കെ, അപ്പൊ ഒരു റേ നമ്മള് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് പാസ് ഇൻടു ദ ഫോക്കസ് നോട്ടു. ഇനി ഒരു റേ നമുക്ക് ഒബ്ലിക് ഇൻസിഡൻസ് കൊടുക്കാം. ഒബ്ലിക് ഇൻസിഡൻസ് കൊടുക്കുന്ന എന്താകാം? ഇങ്ങനെ ഇൻസിഡൻസ് ആണെങ്കിൽ ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എന്നുള്ള റിലേഷനിൽ ഇത് ആംഗിൾ ഐ ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ആർ വിൽ ബി ഈക്വൽ ഈ ഒരു രീതിക്കാണ് പോവുക. ഓക്കെ, ഈ ഒരു രീതിക്കാണ് പോവുക. അപ്പൊ നമുക്ക് കാണാം ഇത് ഓൾമോസ്റ്റ് ഒരു പാരലൽ ലൈൻസ് പോലെയാണ് ഇത് പോകുന്നത്. പാരലൽ ലൈൻസ് പോലെയാണ് ഇത് പോകുന്നത്. ഓക്കെ, ഈ ലൈനും ഓൾമോസ്റ്റ് ഒരു പാരലൽ ലൈൻസ് പോലെയാണ് റിഫ്ലക്റ്റ് ആയി പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഈ മീറ്റ്സ് ഇവിടെ ഒന്നും മീറ്റ് ചെയ്യുന്നില്ല. ഈ ലൈൻസ് ഇവിടെ ഒന്നും മീറ്റ് ചെയ്യുന്നില്ല. ബട്ട് അറ്റ് സം ഇൻഫിനിറ്റി സം കൈൻഡ് ഓഫ്
ഇത് രണ്ടുപേരും ഇങ്ങനെ വന്നിട്ട് എവിടെയോ ഇൻഫിനിറ്റിയിൽ എവിടെയോ ഒന്ന് മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പൊ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ, ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലാണ്. ഈ രണ്ട് പാരലൽ റേസ് കൂട്ടിമുട്ടുന്നത് ഇൻഫിനിറ്റിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യും. പാരലൽ റേസ് കൂട്ടിമുട്ടൂല, ബട്ട് ദർ ഇസ് ചെറിയൊരു വളവുണ്ട് ഇതിൽ. ഓക്കെ, രണ്ട് എക്സാക്ട് പാരലൽ അല്ല, ബട്ട് കുറെ പോയി കഴിഞ്ഞാൽ ഇത് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് ഇറ്റ് മീറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ട് ഇമേജ് ഫോം അറ്റ് ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ അറ്റ് ഫോക്കസിന്റെ കേസിൽ എടുക്കുക. ഓക്കെ, ഇമേജ് മീറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി ഉള്ള കേസിലാണ് നമ്മൾ എടുക്കുക. അപ്പൊ ഇതിന്റെ സിമുലേഷൻ നോക്കാം നമുക്ക്. കറക്റ്റ് ഫോക്കസിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇമേജ് എന്താവുന്നില്ല, ഈ റേസ് ഒക്കെ പാരലൽ ആയിട്ട് പോവാണ്. ഓക്കെ, സം കൈൻഡ് ഓഫ് വളവ് ഉണ്ടെങ്കിലും ഇത് പാരലൽ ആയിട്ട് പോവാണ്. സോ ഇമേജ് മീറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി എന്നുള്ളത് നമ്മൾ അസ്യൂം ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? പ്രോപ്പർട്ടീസ് എഴുതിക്കോളൂ, എൻ്റെ കൂടെ എഴുതിക്കോളൂ. പ്രോപ്പർട്ടീസ് ഫസ്റ്റ് വൺ എന്താ? ഫസ്റ്റ് വൺ ഈസ് റിയൽ ഇമേജ്. അഗൈൻ റിയൽ ഇമേജ് ആണ്, റിയൽ ഇമേജ് ആണ്. സെക്കൻഡ് വൺ ഈസ് ഇൻവേർട്ടഡ് ആണ്, ഇൻവേർട്ടഡ് ആണ്. തേർഡ് വൺ എൻലാർജ്ഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻഫിനിറ്റിയിൽ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്രയോ ബാക്കിൽ നിന്ന് അത്രയും അടിയിലേക്കുള്ള സൈസ് ഉണ്ടാവും അതിൽ. സോ ഇറ്റ് ഇസ് എൻ എൻലാർജ്ഡ് ഇമേജ് ഇവിടെ ഉണ്ടാകുന്നത്. ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്, ഓൾസോ ആൻ എൻലാർജ്ഡ് ഇമേജ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, എൻലാർജ്ഡ് ഇമേജ് ആണ് ഇവിടെ നമുക്ക് ഫോം ആയിട്ട് വരുന്നത്. സോ ആൻഡ് ഫോർത്ത് വൺ എത്ര ഇമേജ് എവിടെ നിന്ന് ഉണ്ടാവുന്നത്? അറ്റ് ഇൻഫിനിറ്റി. ഇമേജ് ഇസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിലാണ് ഇമേജ് ഉണ്ടാവുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് കേസിലേക്ക് കടക്കാം. ഒബ്ജക്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് പി, പിയുടെയും ഫോക്കൽ ലെങ്തിൻ ഫോക്കസിന്റെയും പിയുടെയും പോളിന്റെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇമേജ് ഉണ്ടാവും എന്നുള്ള കേസാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞു, ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞു. അപ്പോ എനിക്കിപ്പോ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് പാസിംഗ് ടു ദ ഫോക്കസ് എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഓക്കെ, ഞാൻ അത് തന്നെ വരയ്ക്കാം. അത് വരയ്ക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റൂല. സോ എനിക്ക് രണ്ട് റേസ് വരയ്ക്കണം. സോ വിച്ച് ഓർ റേസ് വിൽ ഐ ടേക്ക്? ഫോക്കസിലൂടെ വരുന്ന രീതിയിലുള്ള റേ വരയ്ക്കാം. ഫോക്കസിലൂടെ വരുന്ന രീതിയിലുള്ള റേ വരയ്ക്കാം. കമ്മിങ് ഫ്രം ദ ഫോക്കസ്, ഫോക്കസിലൂടെ വരുന്ന റേ, ഫോക്കസിലൂടെ വരുന്ന റേ. This ray is coming from the focus. ഫോക്കസിലൂടെ വരുന്ന ഒരു റേ after reflection will pass parallel to the principal axis. Parallel to the principal axis ആയിട്ട് പോകും. ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ് ഞാൻ ഏതെടുക്കും? സെക്കൻഡ് കേസ് ഞാൻ എടുക്കുകയാണ് ഒബ്ലിക് ഇൻസിഡൻസ്. ഒബ്ലിക് ഇൻസിഡൻസ് വെക്കാം. ഒബ്ലിക് ഇൻസിഡൻസ്, ഒബ്ലിക് ഇൻസിഡൻസ്, angle of incidence and angle of reflection will be equal. It came like that, so it also goes like this. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു ഈ ഒരു ആംഗിൾ വെച്ചിട്ടാണ് അത് പോകുന്നത് അല്ലേ? ഓക്കെ, ഈ ഒരു ആംഗിൾ വെച്ചിട്ടാണ് അത് പോകുന്നത്. സോ ഇങ്ങനെ നമുക്ക് കാണാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കാണാം ഒരു റേ ഇങ്ങോട്ടും ഒരു റേ ഇങ്ങോട്ടും ആണ്, ഒരു റേ ഇങ്ങോട്ടും ഒരു റേ ഇങ്ങോട്ടും. അപ്പൊ ഇത് മീറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. അങ്ങനെ രണ്ട് ഡൈവേർജ് ആയി പോകുന്ന റേ എങ്ങനെ മീറ്റ് ചെയ്യുന്ന നമ്മൾ പറയുന്നത്. ഓക്കെ, നമുക്ക് അതിനൊരു പോസിബിലിറ്റി ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഏതായാലും മീറ്റ് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് ഈ റേസ് ഒന്ന് എക്സ്റ്റെൻഡ് ബാക്ക് ചെയ്തോ, ഈ റേസ് ഒന്ന് എക്സ്റ്റെൻഡ് ബാക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എന്താ ഉണ്ടാവും നോക്കാം. ഈ റേസ് ഒന്ന് എക്സ്റ്റെൻഡ് ബാക്ക് ചെയ്തോ, ഈ റേ ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ റേ ഇങ്ങോട്ട് ബാക്കിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം ഈ രണ്ട് റേസും എക്സ്റ്റെൻഡ് ബാക്ക് ചെയ്യുമ്പോൾ ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് റേസും എക്സ്റ്റെൻഡ് ബാക്ക് ചെയ്യുമ്പോൾ ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒബ്ജക്റ്റ് ഇവിടെ ഒരു വിർച്വൽ ഇമേജ് ആയിട്ട് ഇതിന്റെ ബാക്കിൽ ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വിർച്വൽ ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. മിററിന്റെ ബാക്കിൽ ഒരു വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പ്ലെയിൻ മിററിൽ നിങ്ങൾ സാധാരണ നിങ്ങൾ രാവിലെ നീച്ച് അല്ലെങ്കിൽ പല്ല് തേക്കുമ്പോഴോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറ്റുമ്പോഴൊക്കെ നോക്കുന്ന മിററുണ്ട്. ആ മിററിൽ എവിടെ ഇമേജ് ഉണ്ടാവുന്നത്? മിററിന്റെ ഉള്ളിലല്ല ഇമേജ് ഉണ്ടാവുന്നത്, മിററിന്റെ ബാക്ക് സൈഡിലാണ് ഇമേജ് ഉണ്ടാവുന്നത്. അതുപോലെ ഒരു ഇമേജ് ഇവിടെ കോൺകേവ് മിററിന്റെ കേസിൽ ഉണ്ടാവുന്നുണ്ട്. അത് ഒബ്ജക്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് പി, ഒരു എൻലാർജ്ഡ് ഇമേജ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഒരു എൻലാർജ്ഡ് ഇമേജ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, ഇവിടെ ഇതിനൊരു ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നിങ്ങൾ ഈ ഷേവിംഗ് മിറേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ? ഷേവിംഗ് മിറേഴ്സ് അല്ലെങ്കിൽ മേക്കപ്പ് മിറേഴ്സ് ഒക്കെ ഒരു കോൺകേവ് ഷേപ്പിലാവും.
അപ്പൊ നമുക്ക് നമ്മുടെ എൻലാർജ്ഡ് ഇമേജ് ആണ് അതിന്റെ ഉള്ളിൽ കാണാൻ സാധിക്കുക. കാരണം എന്താ, നമ്മൾ നിൽക്കുന്നത് അതിന്റെ ഫോക്കസിന്റെയും പോളിന്റെ ഇടയിലാണ് നമ്മുടെ ഫേസ് വെക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ എൻലാർജ്ഡ് ഇമേജ് അതിലിങ്ങനെ അതിന്റെ ഉള്ളിൽ കാണാൻ പറ്റും. ആ ഒരു എക്സാമ്പിൾ ആണ് ഇത്. ഞാൻ പറയുന്ന കേസ് നിങ്ങൾ മനസ്സിലാവുണ്ടോ? ഷേവിംഗ് മിറേഴ്സ് അല്ലെങ്കിൽ മേക്കപ്പ് മിറേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എഫിന്റെയും പിന്റെ ഇടയിലാണ് നമ്മുടെ പൊസിഷൻ വരിക. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ എൻലാർജ്ഡ് ഇമേജ് ആ ഷേവിംഗ് മിററിൽ അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് മിററിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ടാണ്. സോ ഈ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാം, സിമുലേഷൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഒബ്ജക്റ്റ് അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എൻലാർജ്ഡ് വിർച്വൽ ഇമേജ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. എൻലാർജ് വിർച്വൽ ഇമേജ് ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് കേസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് കേസ്. എങ്ങനെയാണ് ഒബ്ജക്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണെങ്കിൽ ഇതൊരു വിർച്വൽ ആൻഡ് എൻലാർജ്ഡ് ഇമേജ് ഇതിന്റെ ബാക്കിൽ ഫോം ചെയ്തിട്ട് വരും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ വരച്ച് നോക്കണം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വരച്ച് നോക്കണം. സോ ഇമേജ് പ്രോപ്പർട്ടീസ് എഴുതാണ്. പ്രോപ്പർട്ടീസ്, ഇമേജ് പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഇതാണ് ഈ നമ്മുടെ കോൺകേവ് മിററിന്റെ കേസിൽ വിർച്വൽ അല്ല, സോറി, റിയൽ അല്ലാത്ത ഏക ഇമേജ് ഉണ്ടാക്കുന്ന കേസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺകേവ് മിററിന്റെയാണ്. ഇവിടെ ഉണ്ടാകുന്നത് വിർച്വൽ ഇമേജ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, വിർച്വൽ ഇമേജ് ആണ്. പിന്നെ എന്താണ്, എൻലാർജ്ഡ് ഇമേജ് ആണ്. പിന്നെ ഓൾസോ ഇത് ഒരു ഇൻവേർട്ടഡ് ഇമേജ് അല്ല, ഇതൊരു ഇൻവേർട്ടഡ് ഇമേജ് അല്ല, രണ്ടും ഒരു എറക്റ്റ് ഇമേജ് ആണ്. ഇതാണ് നമ്മൾ എറക്റ്റ് ഇമേജ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് ആയി നിൽക്കുന്ന ഇമേജിനാണ് നമ്മൾ എറക്റ്റ് ആയിട്ട് അതിന്റെ സെയിം കോൺഫിഗറേഷൻ ഹൈറ്റ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിൽ നിൽക്കുന്ന ഇമേജിനാണ് നമ്മൾ എന്ത് പറയാം, എറക്റ്റ് ഇമേജ് എന്ന് പറയാം. എറക്റ്റ് ഇമേജ് എന്ന് പറയും. അപ്രൈറ്റ് ഇമേജ് അല്ലെങ്കിൽ എറക്റ്റ് ഇമേജ് എന്ന് പറയും. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്താണ്, പൊസിഷൻ ഓഫ് ദ ഇമേജ് എവിടെ, ബിഹൈൻഡ് ദ മിറർ. ബിഹൈൻഡ് ദ മിറർ ആണ് നമ്മുടെ പൊസിഷൻ ഓഫ് ദ ഇമേജ് വരുന്നത്. അപ്പൊ ഇത്രയും കേസാണ് നമ്മുടെ കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷനിൽ ഉള്ളത്. ഫസ്റ്റ് കേസ് എന്തായിരുന്നു? ഫസ്റ്റ് കേസ് വാസ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയിൽ വെക്കുമ്പോൾ അത് റേസ് എല്ലാം പാരലൽ ആയിട്ട് ഒന്ന് ഫോക്കസിൽ മീറ്റ് ചെയ്യും. ഒരു റിയൽ ഹൈലി ഡിമിനിഷ്ഡ് ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഫോക്കസിൽ ഉണ്ടാവും. അതായിരുന്നു ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട് ബിയോണ്ട് സിയുടെ ബാക്കിൽ വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, നമുക്ക് ഇമേജ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ഉണ്ടാവും. അറ്റ് സിയിൽ വെക്കുമ്പോൾ എന്തുണ്ടാവും, ആക്ച്വലി അറ്റ് സി എന്ന് പറയുമ്പോൾ കറക്റ്റ് സി തന്നെയാണ് ഇമേജ് വരുന്നത്. ദർ സം കൈൻഡ് ഓഫ് മിസ്റ്റേക്ക് ഇൻ മൈ ഡ്രോയിങ്, ബട്ട് ഞാൻ കുറെ ട്രൈ ചെയ്തത് റെക്ടിഫൈ ചെയ്യാൻ, പക്ഷെ ആവുന്നില്ല. ശരിക്കും നമുക്ക് എന്തിൽ കാണിച്ചു, ഞാൻ നമ്മുടെ സിമുലേഷനിൽ കാണിച്ചിരുന്നു. അറ്റ് സിയിൽ വെക്കുമ്പോൾ കറക്റ്റ് സിയിൽ നമുക്ക് നമ്മുടെ ഇമേജ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ കേസ്. ഇനി എന്ന് പറയുന്നത് ഒബ്ജക്ട് ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെക്കുമ്പോൾ ബിയോണ്ട് സി ഉണ്ടാവും. ഓൾസോ ഒബ്ജക്ട് അറ്റ് എഫ് വെക്കുമ്പോൾ ഇൻഫിനിറ്റിയിൽ ഉണ്ടാവും. ഒബ്ജക്ട് ബിറ്റ്വീൻ എഫ് ആൻഡ് പി വെക്കുമ്പോൾ എവിടെ ഉണ്ടാവും, ബിഹൈൻഡ് ദ മിറർ ഒരു വിർച്വൽ ആൻഡ് എൻലാർജ്ഡ് ഇമേജ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കേസ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഇവിടെ ആകെ ഒറ്റ വിർച്വൽ ഇമേജ് ഈ 6 കേസിൽ ഉണ്ടാവുന്നുള്ളൂ. അത് നമ്മുടെ ലാസ്റ്റ് കേസ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി വെക്കുമ്പോഴാണ് അവിടെ ഒരു വിർച്വൽ ഇമേജ് വെക്കുന്നത്. അവിടെ ഒരു എൻലാർജ്ഡ് ഇമേജ് ആണ് ഉണ്ടാവുന്നത്. അവിടെ മാത്രമാണ് ഒരു കറക്റ്റ് ഇമേജ് ബിഹൈൻഡ് ദ മിറർ ഉണ്ടാവുന്നത്. ബാക്കിയെല്ലാം റിയൽ ആണ്. പിന്നെ എന്താണ്, ഇൻവേർട്ടഡ് ആണോ അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഇൻവേർട്ടഡും ആണ്, റിയലും ആണ്. പിന്നെ ഡിമിനിഷ്ഡ് ആണോ എൻലാർജ്ഡ് ആണോ എന്നുള്ള ഡിഫറൻസ് മാത്രമാണ്. പിന്നെ ഓൾസോ പൊസിഷൻ ഡിഫറൻസ് മാത്രമാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു സിമുലേഷനും കൂടി കാണിച്ചു തരാം. വിത്ത് സി ഉള്ള ഒരു സിമുലേഷനും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വിത്ത് സി ഉള്ള സിമുലേഷൻ. ഞാൻ കാണാം ഒബ്ജക്ട് ഇതാണ് നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റും. സെന്റർ ഓഫ് കർവേച്ചർ ഓൾസോ ഇവിടെ ഫോക്കസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഇവിടെ സെന്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചർ ഞാനൊരു ഒബ്ജക്ട് വെക്കുമ്പോൾ ഇമേജ് എവിടെ ഉണ്ടാകും നോക്കിയാൽ ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് ഫോക്കസ് ആണ് ഇവിടെ ഇമേജ് ഉണ്ടാകുന്നത്. ഇനി ഞാൻ സെന്റർ ഓഫ് കർവേച്ചറിൽ ഇമേജ് വെക്കുകയാണ്. സെന്റർ ഓഫ് കർവേച്ചറിൽ ഒബ്ജക്ട് വെക്കുമ്പോൾ നമുക്ക് കാണാം കറക്റ്റ് സെന്റർ ഓഫ് കർവേച്ചറിൽ സെയിം സൈസ് ഓഫ് ഒബ്ജക്ട്. ഓക്കെ, ഇവിടെ 4 ആണ്, ഇവിടെയും 4 ആണ്. നമ്മുടെ നമുക്ക് സൈസ് ഡിഫറൻസ് ഇല്ല. കറക്റ്റ് 4 സെന്റിമീറ്റർ വെച്ചിട്ടാണ് ഒബ്ജക്റ്റ് ഇമേജ് വന്നിട്ടുള്ളത്. ഇനി ഞാൻ അത് കൊണ്ടുപോയിട്ട് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് സെന്റർ ഓഫ് കർവേച്ചർ നോക്കുമ്പോൾ ബിയോണ്ട് സെന്റർ ഓഫ് കർവേച്ചർ ആണ് ഇമേജ് ഉണ്ടാവുന്നത്. ആൻഡ് ദാറ്റ് ഒരു എൻലാർജ്ഡ് ഇമേജ് ആണ് ഉണ്ടാവുന്നത്. ആൻഡ് ഇനി ഞാൻ ബിറ്റ്വീൻ എഫ് ആൻഡ് സി വെക്കുമ്പോൾ കാണാം നമുക്ക് ഇൻഫിനിറ്റിയിൽ എവിടെയോ ചെന്നിട്ട് കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. എക്സാക്ട്ലി പാരലൽ അല്ല, സോറി, അറ്റ് ഫോക്കസിലാണ് കേട്ടോ അല്ലേ. അറ്റ് ഫോക്കസിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഒരു പാരലൽ റേസ് ആണ്. ആൻഡ് എക്സാക്ട്ലി പാരലൽ, അതൊരു സം കൈൻഡ് ഓഫ് ഒരു കർവ് ഉണ്ട്. അത് ഇൻഫിനിറ്റിയിൽ ചെന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് മീറ്റ് ചെയ്തിട്ട് ഒരു റിയൽ ഇമേജ് അവിടെ ഉണ്ടാകും. ഇനി ഞാൻ ബിറ്റ്വീൻ എഫ് ആൻഡ് സി വെക്കുമ്പോൾ നമുക്ക് കാണാം ഒരു വിർച്വൽ ഇമേജ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. ബിഹൈൻഡ് ദ മിറർ വിർച്വൽ ആൻഡ് എൻലാർജ്ഡ് ഇമേജ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇതാണ് നമ്മുടെ കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷന്റെ കേസ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് അസ്യൂം ചെയ്യുന്നു, വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ
അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷന്റെ കേസ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ കോൺവെക്സ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ കേസ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ കോൺകേവ് മിററിന്റെ ഇമേജ് ഫോർമേഷൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിലാകെ 2 കേസേ ഉണ്ടായിരുന്നു. സോറി, 6 കേസേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ 6 കേസല്ല, അതിൽ 6 കേസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കോൺവെക്സ് മിററിന്റെ കേസിൽ വരുമ്പോൾ അവിടെ 6 കേസൊന്നുമില്ല, ആകെ 2 കേസേ ഉള്ളൂ. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയും ഒബ്ജക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിററും, ഇങ്ങനെ 2 കേസ് മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാവും. സോ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത്. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോൾ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റിയുടെ കേസിലേക്ക് പോകാം. ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ഇതാണല്ലോ നമ്മുടെ കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിൽ ഇൻവേർഡ് സർഫസ് ആവും, സ്മൂത്ത് ഇത് എന്ത് ചെയ്തുള്ള ഇൻവേർഡ് സർഫസ്, കേർവ്ഡ് സർഫസ് ആവും, ഔട്ട്വേർഡ് കേർവ് ആയിട്ടുള്ള എല്ലാം കേർവ്ഡ് സർഫസ് ആണ്. അതിൽ ഔട്ട് കേർവ്ഡ് സർഫസ് ആണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ട് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ എൻ ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ആവുമ്പോൾ അതിൽ നിന്ന് പാരലൽ റേസ് വരും. പാരലൽ റേ ടു പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കാണ്. പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ എങ്ങനെയാണ് കോൺവെക്സ് മിററിന്റെ കേസിൽ റിഫ്ലക്റ്റ് ആയി പോകുന്നത്? ഇറ്റ് വിൽ അപ്പിയർ ആസ് ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഫോക്കസ്. ഫോക്കസിൽ നിന്ന് വരുന്ന പോലെ നമുക്ക് ആ റിഫ്ലക്റ്റഡ് റേ ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ അങ്ങനെ വരയ്ക്കുകയാണ്. വി ആർ ഡ്രോയിങ് ഇറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ വരട്ടെ, ഇങ്ങനെ വന്ന് ഇവിടുന്ന് വരുന്ന പോലെ നമുക്ക് തോന്നും. സോ യു വിൽ ഫീൽ ആസ് ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഫോക്കസ്. ഫോക്കസിൽ നിന്ന് വരുന്ന പോലെ. ഓക്കെ, അങ്ങനെ കുറെ റേസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. എല്ലാ റേസും ഇതുപോലെ തന്നെ ഫോക്കസിൽ നിന്ന് വരുന്ന പോലെ, ആസ് ഇഫ് വിൽ ഫീൽ ആസ് ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഫോക്കസ്. ഫോക്കസിൽ നിന്ന് വരുന്ന പോലെ ഫീൽ ചെയ്യും. യെസ്, അങ്ങനെ. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കാണാം? ഈ 2 റേസും ഇന്റർസെക്ട് ചെയ്യുന്നത് ഈ ഒരു ഫോക്കസിലാണ്. ഹെൻസ് വി ക്യാൻ സേ കോൺവെക്സ് മിററിന്റെ കേസിൽ ഇൻഫിനിറ്റിയിൽ വരുന്ന ഒബ്ജക്ട്സ് ഉണ്ടാവുന്നത് എവിടെയാണ്? കോൺവെക്സ് മിററിന്റെ ഫോക്കസിലാണ് ഒബ്ജക്റ്റ് ഉണ്ടാവുന്നത്. ഇനി ജസ്റ്റ് നമ്മൾ കോൺകേവ് മിറർ പഠിച്ചു വെച്ചിട്ട് ഇത് പറയാം, ഇതൊരു റിയൽ ഇമേജ് ആണോ അതോ ഒരു വിർച്വൽ ഇമേജ് ആണോ? കാരണം റിയൽ റേസ് ആഫ്റ്റർ ഇങ്ങനെ ഡൈവേർജ് ആയിട്ടാണ് പോകുന്നത്, പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഒരു ഇമേജ് ഉണ്ടാക്കുന്നത്. സോ ഇറ്റ്സ് ഒബ്വിയസ്ലി ഇതൊരു വിർച്വൽ ഇമേജ് ആണ്. ഓക്കെ, ഇതൊരു വിർച്വൽ ഇമേജ് ആണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ്. ഫസ്റ്റ് പ്രോപ്പർട്ടി തന്നെ ഇതൊരു വിർച്വൽ ഇമേജ് ആണ്. ഇതൊരു വിർച്വൽ ഇമേജ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിർച്വൽ ഇമേജ് ആണ്. പിന്നെ എന്താണ്? ഇതൊരു ഹൈലി ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. നമ്മൾ കോൺകേവ് മിററിന്റെ കേസിൽ പറഞ്ഞ പോലെ ഇതൊരു ഹൈലി ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. അറ്റ് പ്രിൻസിപ്പൽ ആക്സിസിലെ തന്നെ ഫോം ചെയ്യുന്ന ഒരു ഹൈലി ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. ഹൈലി ഡിമിനിഷ്ഡ് വിർച്വൽ ആണ്, ഹൈലി ഡിമിനിഷ്ഡ് ആണ്. പിന്നെന്താണ്? ഇൻവേർട്ടഡ് അല്ല, ഇതൊരു എറക്റ്റ് ഇമേജ് ആണ്. ഇതൊരു എറക്റ്റ് ഇമേജ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കോൺവെക്സ് മിറർ ഒരിക്കലും ഒരു ഇൻവേർട്ടഡ് ഇമേജ് ഉണ്ടാവില്ല. ഒരു എറക്റ്റ് ആൻഡ് അപ്രൈറ്റ് ഇമേജ് ആണ് എപ്പോഴും കോൺവെക്സ് മിറേഴ്സ് ഉണ്ടാവും. ഓക്കെ, കോൺവെക്സ് മിറേഴ്സ് ഉണ്ടാക്കുന്നത്. ഇനി ഫോർത്ത് കേസ്, ഫോർമേഷൻ ഓഫ് ഇമേജ് എവിടെയാണ് നടക്കുന്നത്? അറ്റ് ഫോക്കസ് ആണ് നമ്മുടെ കോൺവെക്സ് മിററിന്റെ കേസിൽ എന്തുണ്ടാകുന്നത്? ഇമേജ് ഉണ്ടാകുന്ന കേസ്. ഇനി നമുക്ക് ഇതിന്റെ സിമുലേഷൻ ഒന്ന് നോക്കാം. ഇനി കോൺവെക്സ് മിറർ, പിന്നെ നമ്മുടെ കോൺവെക്സ് മിററിന്റെ സെക്കൻഡ് കേസാണ് ഒബ്ജക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. മിററിന്റെ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് വന്നാൽ എങ്ങനെയാണ് ഇതിന്റെ ഇമേജ് ഫോർമേഷൻ ഉണ്ടാവുമെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഫസ്റ്റ് റേ ലേറ്റർ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് വരെയാണ്. ആസ് ഓൾവേസ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് റേ വരുന്നു. നമുക്ക് വി വിൽ ഫീൽ ആസ് ഇഫ് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഫോക്കസ് എന്നുള്ള രീതിക്ക് ഇത് റിഫ്ലക്റ്റ് ആയി പോകും. ഓക്കെ, വിൽ ഫീൽ ആസ് ഇഫ് ഇറ്റ് ഈസ് റിഫ്ലക്റ്റിംഗ് ഫ്രം ദ ഫോക്കസിൽ നിന്ന് വരുന്ന രീതിക്ക് ദിസ് വിൽ റിഫ്ലക്ട് ചെയ്ത് പോകും. സോ റിഫ്ലക്ട് ചെയ്യും. ഇനി ഒരു കേസ് കൂടി, ഒരു റേ കൂടി വേണം. റേ ഡയറക്റ്റഡ് ടു ദ സെന്റർ ഓഫ് കർവേച്ചർ വരയ്ക്കാം. നമുക്ക് റേ ഡയറക്റ്റഡ് ടു ദ സെന്റർ ഓഫ് കർവേച്ചർ എന്ത് ചെയ്യും? വിൽ റീട്രേസ് ദ പാത്ത് നമുക്ക് പറയാൻ പറ്റും. വിൽ റീട്രേസ് ദ പാത്ത്. അപ്പോൾ ഈ പാത്ത് റീട്രേസ് ചെയ്യുന്ന രീതിക്കാവും ഇത് പോവുക. അപ്പോൾ ഇൻസിഡന്റ് റേ ഈ ഒരു പാത്തിലൂടെ വരികയാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ എങ്ങോട്ട് പോകും? ഈ പാത്തിൽ തന്നെ റിഫ്ലക്റ്റ് ആയി പോകും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, ഇവിടെ രണ്ടും എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ റിഫ്ലക്ടർ റേ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ സെയിം സീലേക്ക് തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എന്തുണ്ടാവുന്നത്? ഇന്റർസെക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇമേജ് ഫോർമേഷന്റെ ഹെഡും ഇത് തന്നെയാവും. അപ്പോൾ ഇമേജ് ഫോർമേഷൻ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ചൂസ് റെഡ് ഇങ്ങനെയാവുകയാണെങ്കിൽ ദിസ് ഈസ് ദ ഇമേജ്. ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഒരു എറക്റ്റ് ഇമേജ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പിയുടെ മുന്നിൽ ഒബ്ജക്റ്റ് എവിടെ വെച്ചാലും ഈ എഫിന്റെയും പിയുടെ ഇടയിലാണ് ഇമേജ് ഉണ്ടാവുക. ഒന്നെങ്കിൽ ഫോക്കസിൽ ഇൻഫിനിറ്റിയിൽ വെക്കുന്ന കേസിൽ ഫോക്കസ് ഉണ്ടാവും. അല്ലാത്ത ഏത് കേസ് എടുത്താലും എഫിന്റെയും പിന്റെ ഇടയിലാണ് എന്തുണ്ടാവുക? ഇമേജ് ഉണ്ടായിട്ട് വരുന്നത്.
എഫിന്റെ പിന്റെ ഇടയിലാണ് ഓൾവേസ് ഇമേജ് ഉണ്ടാവുക എഫിന്റെയും പിന്റെ ഇടയിലാണ്. എവിടുത്തെ കേസിൽ ഒബ്ജക്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ എവിടെ വെച്ച് കഴിഞ്ഞാലും എഫിന്റെയും പിന്റെ ഇടയിലാണ് ഇമേജ് ഉണ്ടാവുക. ഓക്കെ, അതിന്റെ സിമുലേഷൻ ഞാൻ കാണിച്ചു തരാം. ഹിയർ യു ക്യാൻ സി. ഓക്കെ, എവിടെ നിങ്ങൾ ഓക്കെ ഹിയർ യു ക്യാൻ സി. നിങ്ങൾ എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും എവിടെ ഇതൊരു കോൺകേവ് മിറർ ആണല്ലോ, ഈ കോൺകേവ് മിററിന്റെ എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും വി ക്യാൻ സി അത് എവിടെ ഇമേജ് ഉണ്ടാക്കുന്നത് എഫിന്റെയും പിന്റെ ഇടയിലാണ്. ഇതാണ് എഫ്, ഇതാണ് പി. അപ്പൊ ഇത് നോക്കിയാൽ നിങ്ങൾ കാണാം എഫിന്റെയും പിന്റെ ഇടയിലാണ് എവിടെ വെച്ചാലും ഇമേജ് ഉണ്ടാകുന്നത്. അതാണ് കോൺവെക്സ് മിററിന് അതുകൊണ്ട് തന്നെയാണ് ആകെ 2 കേസ് ഉള്ളൂ നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് കോൺവെക്സ് മിററിന് ആകെ 2 കേസുള്ളൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് കേസ് ഇൻഫിനിറ്റിയിൽ വയ്ക്കുമ്പോൾ ഫോക്കസിലാണ്, ഇത് ഇൻഫിനിറ്റി അല്ല, ഇൻഫിനിറ്റിയിലാവുമ്പോൾ ഫോക്കസിൽ ഉണ്ടാവും. പിന്നെ അതല്ലാതെ ഇമേജ് കോൺവെക്സ് മിററിന്റെ ഫ്രണ്ടിൽ എവിടെ വെച്ച് കഴിഞ്ഞാലും ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണ് ഇമേജ് ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സോ അത്രേ ഉള്ളൂ ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ്. അപ്പൊ നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ ഇമേജിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഓക്കെ, ഈ ഇമേജിന്റെ പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. പ്രോപ്പർട്ടീസ് എന്തൊക്കെ നിങ്ങൾ തന്നെ ഫസ്റ്റ് ഒന്ന് എഴുതിക്കുക. ഐ വിൽ ഗിവ് യു, നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് സ്വന്തം എഴുതുക, എന്നിട്ട് ശരിയാണെന്ന് നോക്കാം. ഫസ്റ്റ് കേസ് നമുക്ക് പറയാൻ പറ്റും ഇതൊരു വിർച്വൽ ഇമേജ് ആണ്. എക്സ്റ്റെൻഡ് ബാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. സോ ദിസ് ഇസ് എ വിർച്വൽ ഇമേജ്. പിന്നെ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. ഇത്രയും സൈസ് ഉണ്ട് ഒറിജിനൽ ഒബ്ജക്റ്റിന്, ബട്ട് സൈസ് ഒബ്ജക്റ്റിന്റെ ഇമേജിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ. സോ ഇതൊരു ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. ഡിമിനിഷ്ഡ് ഇമേജ് ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത കേസ് എന്താ പറയാ, വിർച്വൽ ഇമേജ് ആണ്, ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. പിന്നെ എന്താ പറയാൻ പറ്റും, വിർച്വൽ ആണ്, ഡിമിനിഷ്ഡ് ആണ്, എറക്റ്റ് ഇമേജ് ആണ്, അപ്രൈറ്റ് ആണ്, ഡയറക്റ്റ് ഇമേജ് ആണ്. പിന്നെ എന്ത് പറയാൻ പറ്റും, ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണ് എന്തുണ്ടാവുക, ഒബ്ജക്റ്റിന്റെ ഇമേജിന്റെ സൈസ് ഉണ്ടാവുക, സോറി പൊസിഷൻ ഉണ്ടാവുക. ബിറ്റ്വീൻ എഫ് ആൻഡ് പി ആണ് ഒബ്ജക്റ്റിന്റെ പൊസിഷനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത്. നമ്മൾ കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും ഇമേജ് ഫോർമേഷന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാം. വിൽ സി യു വിത്ത് ദ നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, ബൈ. ഓക്കെ.